ഓക്കെ, നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. സ്ക്രീന് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ആരെങ്കിലും ഒന്ന് വോയിസ് ആയിട്ടൊന്ന് റിപ്ലൈ തരണേ. ഓക്കെ. ഓക്കെ, 2025 ഒക്ടോബർ ബാച്ചിൽ എക്സാമിനേഷൻ എഴുതാൻ വേണ്ടിയിട്ട് സജ്ജരായിരിക്കുന്ന സ്റ്റുഡൻസ് ആണ് നമ്മൾ. കൃത്യമായിട്ട് നമ്മുടെ ടൈം ഷെഡ്യൂളൊക്കെ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈം ഷെഡ്യൂൾ ഒന്നും കൂടെ റീഡ് ചെയ്യുന്നു. നമ്മുടെ ക്ലാസ് റൂമിലോട്ട് വന്നിട്ട് ടൈം ഷെഡ്യൂൾ എന്നുള്ള ക്ലാസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ടെസ്റ്റ് ഐ ഡി NIOS +2 ഏപ്രിൽ ബാച്ച് ചാപ്റ്റർ ടൈം ഷെഡ്യൂൾ എന്ന് കാണാം. തൊട്ട് താഴെ +2 ഒക്ടോബർ ബാച്ച് ചാപ്റ്റർ ടൈം ഷെഡ്യൂൾ എന്ന് കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ ഒക്ടോബർ ബാച്ചിൽ വരുന്ന ടൈം ഷെഡ്യൂൾ. നമ്മുടെ ക്ലാസ്സുകൾ ഫെബ്രുവരി മന്തിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പൊ മാർച്ചായി. നമ്മൾ പറഞ്ഞ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഫെബ്രുവരി ടു ജൂലൈ ഉള്ള 6 മന്തിലാണ് നമ്മുടെ ക്ലാസ്സുകൾ നടക്കുന്നത്. ഇംഗ്ലീഷിൽ 3.5 ചാപ്റ്റർ നിങ്ങൾ എല്ലാ മാസവും തീർക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായ രീതിയിൽ തന്നെ ബുദ്ധിമുട്ടില്ലാതെ ഭാരമില്ലാതെ എല്ലാ മാസവും വളരെ കുറഞ്ഞ ചാപ്റ്റർ പഠിച്ച് നിങ്ങൾക്ക് 6 മാസം കൊണ്ട് ചാപ്റ്റേഴ്സുകളൊക്കെ സിമ്പിളായിട്ട് തീർക്കാൻ പറ്റും. മലയാളത്തിലോട്ട് വരികയാണെങ്കിൽ 3 ചാപ്റ്റർ ആയിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അറബി 2.5, ഹിസ്റ്ററി 3.5, പൊളിറ്റിക്സ് 3.6, സോഷ്യോളജി 3.5, ബിസിനസ് 2.5, അക്കൗണ്ടൻസി 3.5, ഫിസിക്സ് 3, കെമിസ്ട്രി 3.5, ബയോളജി 3, മാത്തമാറ്റിക്സ് 4. ഇങ്ങനെ ഓരോ മാസവും ഈ ഇതിലുള്ള ടൈം ഷെഡ്യൂളുള്ള ചാപ്റ്റേഴ്സുകൾ നിങ്ങൾ തീർക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായി ഫെബ്രുവരി ടു ജൂലൈ ആകുമ്പോഴേക്ക് നിങ്ങൾക്ക് ചാപ്റ്റേഴ്സുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് ഓഗസ്റ്റ് മന്തിൽ നമ്മൾ വരുന്നത് റിവിഷൻ ചെയ്യാനും അതുപോലെ തന്നെ ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലാസ് റൂം ഉണ്ട് നമ്മുടെ ആപ്പിൽ. ആ ഒരു ക്ലാസ് റൂം ഓപ്പൺ ചെയ്ത് ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ റിവ്യൂ ചെയ്യാനുള്ള മന്തായിട്ടാണ് നമ്മൾ കാൽക്കുലേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് സെപ്റ്റംബർ ആകുമ്പോഴേക്ക് നമ്മൾ മോഡൽ എക്സാം നടത്തും. അത് കഴിഞ്ഞ് ഒക്ടോബറിലാണ് നമ്മുടെ പബ്ലിക് എക്സാം വരുന്നത്. അപ്പോഴേക്ക് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ചാപ്റ്റേഴ്സുകൾ കംപ്ലീറ്റ് ചെയ്യാനും അതുപോലെ തന്നെ എല്ലാ ചാപ്റ്ററും 1 മാസം കൊണ്ട് റിവിഷൻ ചെയ്യാനും അതുപോലെ തന്നെ ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ റിവ്യൂ ചെയ്യാനും മോഡൽ എക്സാം ഏകദേശം ഒരു സെപ്റ്റംബർ 15-നൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുക. ഏകദേശം ഒരു 10-നൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോഴേക്കും ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പർ റിവ്യൂ ചെയ്യാൻ സെപ്റ്റംബർ മുതൽ ഫസ്റ്റ് വീക്കിലൊക്കെ നിങ്ങൾക്ക് അവസരമുണ്ട്. അപ്പൊ ഇങ്ങനെ കൃത്യമായിട്ട് നിങ്ങളുടെ ചാപ്റ്റേഴ്സുകൾ സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രീ ടൈം എപ്പോഴാണോ അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തിയിട്ട് വളരെ സിമ്പിളായ രീതിയിൽ തന്നെ നമ്മുടെ ഈ ടൈം ഷെഡ്യൂൾ അനുസരിച്ച് നിങ്ങൾ ക്ലാസ്സുകൾ കംപ്ലീറ്റ് ചെയ്യാം. ഓരോ സബ്ജക്റ്റിനെ കുറിച്ച് ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം. ഇംഗ്ലീഷില് നമ്മുടെ ചാപ്റ്റേഴ്സിന്റെ പുറത്ത് നിന്ന് കുറച്ച് മാർക്കിന് ചോദ്യങ്ങൾ വരുന്നതാണ്. ആ ക്വസ്റ്റ്യൻസുകൾ ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ബേസിക് ഇംഗ്ലീഷ് ക്ലാസ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ഫസ്റ്റ് കാണുന്ന ബേസിക് ഇംഗ്ലീഷ് ക്ലാസ്സിൽ ക്ലാസ് 1, ക്ലാസ് 2 കഴിഞ്ഞ് ക്ലാസ് 3 മുതൽ ഉള്ളത് ഇമ്പോർട്ടന്റ് ഏരിയാസ് ഇൻ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ. ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ഇമ്പോർട്ടന്റ് ഏരിയാസുകളെ കവർ ചെയ്തിട്ടുള്ളതാണ്. ഇത് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ പറ്റില്ല. ഇത് നിങ്ങൾ ഈ ബേസിക് ഇംഗ്ലീഷ് ക്ലാസ്സിൽ തന്നെ വന്നിട്ട് പഠിക്കണം. തൊട്ട് താഴെ 2 സെന്റൻസുകൾ തമ്മിൽ കമ്പൈൻ ചെയ്യാനും അതുപോലെ ഇംഗ്ലീഷിന്റെ ബേസ് ആയിട്ടുള്ള ഗ്രാമറുകളും അതുപോലെ തന്നെ ന്യൂ മോഡലാണ്, ന്യൂ സിലബസ് ആണ് നമ്മളിപ്പോ ഉള്ളത്. 2024 ഏപ്രിൽ മുതൽ ന്യൂ മോഡലാണ്. ഇപ്പൊ ന്യൂ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണ് വരുന്നത് അതുപോലെ അതിന്റെ ആൻസറുകൾ എങ്ങനെ എഴുതാം എന്നുള്ളതാണ് ഈ ഒരു 2 വീഡിയോ ഉള്ളത്. അതുപോലെ ക്ലാസ് 4 ഇതിലുള്ളത് 2022 ഒക്ടോബർ ക്വസ്റ്റ്യൻ പേപ്പർ റിവ്യൂ ചെയ്തതാണ്. ഈ ക്ലാസ്സുകളൊക്കെ കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി തന്നെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ എങ്ങനെ ആൻസർ ചെയ്യാം അതുപോലെ ക്വസ്റ്റ്യൻസിന്റെ അർത്ഥം എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും.
നമ്മുടെ ഇംഗ്ലീഷിന്റെ പുറത്ത് വരുന്ന സെക്കൻഡ് ലാംഗ്വേജും അല്ലാതെ മറ്റ് സബ്ജക്റ്റുകളൊക്കെ ഇംഗ്ലീഷിലാണ് ക്വസ്റ്റ്യൻസ് വരിക. മലയാളത്തിൽ കേരളത്തിൽ എക്സാം എഴുതുന്നത് നമുക്ക് മലയാളത്തിൽ എക്സാം എഴുതാൻ പറ്റും, പക്ഷെ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ് ഉണ്ടാവുക. അപ്പൊ അത് വെരി സിമ്പിൾ ആയിട്ടുള്ള വാട്ട് ഈസ് വൈ എന്നൊക്കെ പറഞ്ഞാണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചെറിയ ചെറിയ ഇംഗ്ലീഷ് വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അപ്പൊ അതെങ്ങനെ മനസ്സിലാക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സിമ്പിൾ ആയ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബേസിക് ഇംഗ്ലീഷ് ക്ലാസ്സിൽ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും വളരെ സിമ്പിൾ ആയിട്ട് റിവ്യൂ ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങളത് കൃത്യമായിട്ട് A to Z വരെ കണ്ട് ഒരു നോട്ട് ബുക്ക് ഒക്കെ എടുത്ത് അതിൽ കൃത്യമായിട്ട് എഴുതിയിട്ട് തന്നെ പഠിക്കണം. ഈ ബേസിക് ഇംഗ്ലീഷ് ക്ലാസ് നിങ്ങൾ ടൈം ഷെഡ്യൂളിൽ കാണില്ല, അതിന്റെ പുറത്ത് നിങ്ങൾ ടൈം കണ്ടെത്തിയിട്ട് അതല്ലെങ്കിൽ ഇംഗ്ലീഷിന്റെ കൂടെയൊക്കെ നിങ്ങൾ പഠിച്ച് കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇതാണ് ബേസിക് ഇംഗ്ലീഷിനെ കുറിച്ച് പറയാനുള്ളത്. ഇംഗ്ലീഷ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ ടോട്ടലി 22 ചാപ്റ്റർ ആണുള്ളത്. അതില് 26 മുതൽ ഉള്ള ചാപ്റ്ററുകൾ ഓപ്ഷണൽ മൊഡ്യൂൾ ആണ്. ഓപ്ഷണൽ മൊഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 26A, 26B, 27A, 27B ഇങ്ങനെ AB എന്ന് പറഞ്ഞ് A ഓപ്ഷണൽ മൊഡ്യൂളും B ഓപ്ഷണൽ മൊഡ്യൂളും നിങ്ങൾക്ക് കാണാം. ഗൈഡ് ബുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിൽ ലാസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൽ A മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ മതി. എല്ലാ സബ്ജക്റ്റുകളും ഓപ്ഷണൽ മൊഡ്യൂൾ ഉള്ളതിലൊക്കെ അവസാനത്തിൽ നിങ്ങൾ A മാത്രം ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ മതി. കാരണം A എന്നുള്ളതിലുള്ള ചാപ്റ്റേഴ്സുകളും ക്ലാസ്സുകളാണ് നമ്മുടെ ആപ്പിലുള്ളത്. അപ്പൊ അത് നിങ്ങൾ A ഫോക്കസ് ചെയ്ത് പഠിക്കുക. അപ്പൊ ഇതിലിപ്പോ പറയുകയാണെങ്കിൽ 26A, 27A, 28A, ഇങ്ങനെ 29A, ഇങ്ങനെ 4 ചാപ്റ്ററുകളാണ് ഓപ്ഷണൽ മൊഡ്യൂളായിട്ട് വരുന്നത്, A ചാപ്റ്ററുകളായിട്ട് വരുന്നത്. അപ്പൊ അത് മാത്രം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ ഓപ്ഷണൽ മൊഡ്യൂളിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 15 മാർക്കിന് ഈ ഓപ്ഷണൽ മൊഡ്യൂളിലെ ചാപ്റ്റേഴ്സിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ ഈ 15 മാർക്ക് ഈ 4 പാഠം മാത്രം, അല്ലെങ്കിൽ ചിലതിൽ 3 പാഠം മാത്രമേ ഉണ്ടാവുള്ളൂ, അത് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് തന്നെ നിങ്ങൾക്ക് നേടാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മളെ ക്ലാസ് റൂം, ഓരോ സബ്ജക്റ്റിന്റെയും ക്ലാസ് റൂം ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ടോട്ടൽ പഠിക്കേണ്ട ചാപ്റ്റേഴ്സിന്റെ എണ്ണം അവിടെ കാണാം. തൊട്ട് താഴെ തന്നെ മാർക്ക്സ് ഫോർ മൊഡ്യൂൾ, അതിന്റെ മുകളിൽ ഓരോ പെർസെൻറ്റേജുകളും അതുപോലെ സിമ്പിൾ ക്വസ്റ്റ്യൻസുകളും വെരി ഷോർട്ട് ആൻസറുകളൊക്കെ എങ്ങനെയൊക്കെ വരാന്നൊക്കെ ഉള്ളതുണ്ട്. അത് നിങ്ങൾ നോക്കിയിട്ടില്ലെങ്കിലും നിങ്ങൾ നോക്കേണ്ടത് അതിന്റെ തൊട്ട് താഴെ കാണുന്ന മാർക്ക്സ് ഫോർ മൊഡ്യൂൾ, ഓരോ മൊഡ്യൂളിനുള്ള മാർക്കുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഓരോ മൊഡ്യൂളിനും എത്ര മാർക്ക് വീതമാണ് വരിക എന്ന് അതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഓരോ മൊഡ്യൂളിന്റെ അണ്ടറിലും ഏതൊക്കെ ചാപ്റ്റേഴ്സുകളാണ് വരുന്നത് എന്ന് നോക്കുക. എന്നിട്ട് ആ ചാപ്റ്ററുകൾ ഈ മുകളിൽ കൊടുത്ത ഇൻഡെക്സിൽ ഏതൊക്കെയുള്ളത് എന്ന് മാത്രം സെലക്ട് ചെയ്യാം. എന്നിട്ട് ഓരോ മൊഡ്യൂളിന്റെ അണ്ടറിലും ഏറ്റവും കൂടുതൽ മാർക്കുകൾ വരുന്ന മൊഡ്യൂൾ ഏതാണെന്ന് സെലക്ട് ചെയ്യാം. എന്നിട്ട് അതിൽ ഏറ്റവും കുറഞ്ഞ ചാപ്റ്റേഴ്സിലുള്ള മൊഡ്യൂൾ ഏതാണെന്നുള്ളതും സെലക്ട് ചെയ്യാം. ഉദാഹരണത്തിന് ഫസ്റ്റിലെ പോയട്രി എന്നുള്ളതിന് മൊഡ്യൂളിൽ 10 മാർക്കാണ് വന്നിട്ടുള്ളത്. അതുപോലെ ലാസ്റ്റ് ഓപ്ഷണൽ മൊഡ്യൂൾ എന്നുള്ളതിൽ 15 മാർക്കാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെ ഓരോ മൊഡ്യൂളിലും എത്ര മാർക്ക് വീതമാണ് വന്നിട്ടുള്ളത് എന്ന് നോക്കുക. എന്നിട്ട് കൂടുതൽ മാർക്കുകൾ വന്നിട്ടുള്ള കുറഞ്ഞ ചാപ്റ്റേഴ്സുള്ള മൊഡ്യൂളുകൾ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ മറ്റൊരു സബ്ജക്റ്റ് എടുത്ത് കാണിച്ചു തരാം. സോഷ്യോളജി എടുത്തു. സോഷ്യോളജിയിൽ നമുക്ക് ടോട്ടലി 20 ചാപ്റ്ററുകളാണ് പഠിക്കാനുള്ളത്. അതിൽ മാർക്ക്സ് ഫോർ മൊഡ്യൂള് ടോട്ടലി 5 ചാപ്റ്റർ ആണുള്ളത്. അതിൽ കണ്ടോ ലാസ്റ്റ് 5ാമത്തത് ഓപ്ഷണൽ എന്ന് കൊടുത്തിട്ടുണ്ട്. സ്റ്റേറ്റസ് ഓഫ് ഹ്യൂമൻ അതുപോലെ കൾച്ചറും. അപ്പോ ഒന്നെങ്കിൽ സ്റ്റാറ്റസ് ഓഫ് ഹ്യൂമൻ നിങ്ങൾക്ക് പഠിക്കാം, അല്ലെങ്കിൽ കൾച്ചർ പഠിക്കാം. നമ്മൾ ക്ലാസ്സും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളത് ഫസ്റ്റിലെ മൊഡ്യൂളിനായിരിക്കും ഉണ്ടാവുക. അപ്പൊ അത് ഓപ്ഷണൽ മൊഡ്യൂൾ ആയതുകൊണ്ട് തന്നെ അതിന് 14 മാർക്ക് ഇതിൽ വന്നിട്ടുണ്ട്. ഏകദേശം 14-15 മാർക്ക് നമ്മൾ ഈ ഓപ്ഷണൽ മൊഡ്യൂളിൽ ഉണ്ടാവും. അതിന്റെ തൊട്ട് മുകളിൽ 4ാമത്തെ മൊഡ്യൂളിന് ഇന്ത്യൻ സൊസൈറ്റി, അതിന് ഇവിടെ 30 മാർക്ക് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം 4ാമത്തെ മൊഡ്യൂളിൽ എത്ര ചാപ്റ്ററുകൾ ഉണ്ട് എന്നുള്ളത് നോക്കാം. 30 മാർക്കിന് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ നമ്മൾ ഓരോ മൊഡ്യൂളിലും സെപ്പറേറ്റ് ആയിട്ട് കളറിൽ കൊടുത്തിട്ടുണ്ടാവും.
അപ്പോൾ വൈറ്റ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഗൈഡ് ബുക്ക് നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാവും ചെയ്യും, ഓരോ മൊഡ്യൂൾ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഈ വൈറ്റ് കളറിലുള്ള ലെസൺ 3 മുതൽ 6 വരെ ഒന്നാമത്തെ മൊഡ്യൂൾ, ലെസൺ 12 മുതൽ 16 വരെ രണ്ടാമത്തെ മൊഡ്യൂൾ, ലെസൺ 17 മുതൽ 20 വരെയുള്ളത് മൂന്നാമത്തെ മൊഡ്യൂൾ. അങ്ങനെ ഓരോ മൊഡ്യൂൾ സെപ്പറേറ്റ് കളറിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് നോക്കുമ്പോൾ നാലാമത്തെ മൊഡ്യൂളിൽ 26 മുതൽ 31 വരെ 1, 2, 3, 4, 5 6 26 മുതൽ 31 6 ഈ 6 ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ 30 മാർക്ക് എന്തായാലും കിട്ടും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു 50 മാർക്കിനുള്ള മൊഡ്യൂളുകൾ സെലക്ട് ചെയ്തിട്ട് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഒരു 50 മാർക്ക് നേടാനുള്ള മൊഡ്യൂളിലെ ചാപ്റ്റേഴ്സ് എങ്കിലും കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു വെക്കുക. അങ്ങനെ നമ്മൾ പഠിച്ചു വെക്കുമ്പോൾ നമുക്കൊരു 30 ചാപ്റ്റർ എങ്കിലും 33 മാർക്ക് പാസ്സാവാനുള്ള മാർക്ക് വാങ്ങാനുള്ള മാർക്കെങ്കിലും നമുക്ക് കിട്ടും. അങ്ങനെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ അക്കൗണ്ടൻസി, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇതൊക്കെ നിങ്ങൾ എടുത്ത സബ്ജക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ക്ലാസ്സുകൾ, വീഡിയോ ക്ലാസ്സുകൾ നമ്മുടെ മൈ ക്യാമ്പസ് എന്നുള്ള നമ്മുടെ അക്കാഡമിയുടെ മറ്റൊരു ആപ്പ് വഴിയാണ് ഉള്ളത്. അതിൽ ഫുൾ വീഡിയോ ക്ലാസ് ആയിരിക്കും. എന്നിരുന്നാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ വന്നിട്ട് ഈ ക്ലാസ് റൂമിൽ നിങ്ങൾ ഇപ്പോൾ ഫിസിക്സിൻ്റെതാണെങ്കിൽ അതിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് പഠിക്കേണ്ടതെന്നുള്ളത് ഈ ഒരു ആപ്പിലും ഈ ഒരു ക്ലാസ് റൂമിലാണ് കാണാൻ പറ്റുക. നമുക്ക് ആ വീഡിയോ ക്ലാസ്സിൽ മൈ ക്യാമ്പസിൽ ഫുൾ ചാപ്റ്റേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. അതിൽ ഏതൊക്കെ ചാപ്റ്റർ പഠിക്കണം എന്നുള്ളത് ഉണ്ടാവില്ല. അത് കിട്ടണമെങ്കിൽ നമ്മൾ ഈ ഒരു നമ്മുടെ +2 ആപ്പിലോട്ട് തന്നെ വന്നിട്ട് ഈ ക്ലാസ് റൂം ഓപ്പൺ ചെയ്യണം. ഇപ്പോൾ ഫിസിക്സ് ആകുമ്പോൾ ഫിസിക്സിന്റെ ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്യുന്ന മുകളിൽ ലിങ്ക് ഉണ്ട്. അങ്ങനെ ഓരോ ക്ലാസ് റൂമിനും ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്യാൻ ഏറ്റവും മുകളിൽ ഒരു ലിങ്ക് കാണാം. തൊട്ട് താഴെ 60% ചാപ്റ്റേഴ്സുകൾ, നമ്പർ ഓഫ് ലെസൺസ് 18 ചാപ്റ്റർ ആണ് പഠിക്കേണ്ടത്. ഫസ്റ്റ് മൊഡ്യൂൾ 2 ചാപ്റ്റർ ഉണ്ട്, സെക്കൻഡ് മൊഡ്യൂൾ 1, തേർഡിൽ 1, അങ്ങനെ ഓരോ മൊഡ്യൂളിലും ചാപ്റ്റേഴ്സുകൾ ഉണ്ട്. അതിന്റെ മാർക്സ് ഫോർ മൊഡ്യൂൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് 8 മൊഡ്യൂളുകളാണ് ടോട്ടലി ഉള്ളത്. അത് 80 മാർക്കിനാണ് വരുന്നത്. ബാക്കി 20 മാർക്ക് പ്രാക്ടിക്കൽ എക്സാം ആയിരിക്കും. ഓക്കെ, പ്രാക്ടിക്കൽ എക്സാം ഉള്ളത് അങ്ങനെ ആയിരിക്കും. അതിന്റെ കാര്യങ്ങളൊക്കെ പിന്നീട് കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരും. പ്രാക്ടിക്കൽ നിങ്ങൾ പോകുമ്പോൾ അതിന് റെക്കോർഡ് ബുക്ക് തയ്യാറാക്കാൻ മറ്റു കാര്യങ്ങളൊക്കെ അത് ആ ടൈമിൽ കൃത്യമായിട്ട് നമ്മൾ പറയും. ഇപ്പൊ നിങ്ങൾക്ക് തിയറി ഉള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ക്ലാസ് റൂമിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഓരോന്നും നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, കെമിസ്ട്രി ഓപ്പൺ ചെയ്താലും അങ്ങനെ തന്നെ നിങ്ങൾക്ക് അതിന്റെ ചാപ്റ്റേഴ്സിന്റെ എണ്ണം ഇവിടെ കാണാൻ പറ്റും. അതുപോലെ അതിന്റെ മാർക്സ് ഫോർ മൊഡ്യൂൾ എന്നുള്ളതും കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട പറയാനുള്ളത്. ഫെബ്രുവരി മന്തിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഇനി ആരെങ്കിലും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാത്തതുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെരി ഇമ്പോർട്ടൻ്റ് ആയി നിങ്ങൾ പെട്ടെന്ന് തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ മാസം കൂടെ ഈ മാസം ഡിവൈഡ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള ഏരിയയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ അതൊന്ന് നോക്കുകയായിരിക്കും നല്ലത്. കാരണം 2024 ഏപ്രിൽ ബാച്ചിന്റെ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോന്ന് ഡൗൺലോഡ് ചെയ്ത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ആവും. ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് എങ്ങനെ വരിക എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ബേസിക് ഇംഗ്ലീഷ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആ വീഡിയോസുകൾ കണ്ടു കഴിഞ്ഞാലും ക്വസ്റ്റ്യൻസ് എങ്ങനെ വരും, എങ്ങനെ ആൻസർ എഴുതും എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ ഇവിടെ വീഡിയോ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ക്ലാസ് 4 മുതൽ 22 ഒക്ടോബർ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞിട്ടാണ്. അതുപോലെ ക്ലാസ് 5ഉം 22 ഏപ്രിൽ ക്വസ്റ്റ്യൻ പേപ്പർ റിവ്യൂ ചെയ്തതാണ്. അപ്പൊ അതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ വരിക എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ക്ലാസ് ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയാനുള്ളത്. അതുപോലെ ഓരോ മാസവും ഓരോ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ടാവും. അതായിരിക്കും നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ ഉണ്ടാവുക. ഇനി നിങ്ങൾക്ക് പ്രധാനപ്പെട്ട എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ടൈം ഷെഡ്യൂൾ ഓപ്പൺ ചെയ്യുക. നിങ്ങൾ നോട്ട് ബുക്ക് എടുത്തിട്ട് കൃത്യമായിട്ട് നമ്മുടെ ചാപ്റ്റേഴ്സിന്റെ എണ്ണം എത്രയാണെന്ന് നോക്കിയിട്ട് കൃത്യമായിട്ട് ഒരു ടൈം ടേബിൾ വരച്ചുണ്ടാക്കിയിട്ട് നമ്മൾ സാധാരണ പറയാറുള്ള പോലെ തന്നെ ആഴ്ചയിൽ ഒരു 5 ദിവസമെങ്കിലും അതിൽ എല്ലാ ദിവസവും ഒരു മണിക്കൂർ വീതം വെച്ചിട്ടെങ്കിലും കൃത്യമായിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ, സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ ഒരു എബോ 80%, ഒരു 80ന്റെ മുകളിൽ നിങ്ങൾക്ക് എന്തായാലും മാർക്ക് വാങ്ങി പാസ് ഔട്ട് ചെയ്യാൻ വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ ഈ NIOS വഴി നിങ്ങൾക്ക് സാധിക്കും. അതിനു വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ.
പ്രധാനപ്പെട്ട ഡൗട്ടുകൾ ആർക്കെങ്കിലും എന്ത് ചെയ്യേണ്ടത് ചോദിക്കാം. ഹലോ, ചോദിച്ചോളൂ. ലൈവ് ക്ലാസ് അല്ല, നമ്മൾ ലൈവായിട്ട് ഓരോ മാസങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. കാരണം ലൈവായിട്ട് നമ്മൾ ആദ്യം ക്ലാസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് പലരും പല ടൈം ആയിരിക്കും. ഇപ്പൊ ഇതിൽ തന്നെ ഇപ്പോ ഏകദേശം ഒരു 50ഓളം ആളുകളുണ്ട്. ഇപ്പൊ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ ഈ ടൈമിൽ ജോയിൻ ആയിട്ടുള്ളൂ. അപ്പോ നമ്മളൊരു നിശ്ചിത ടൈം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ടൈമിൽ കൃത്യമായിട്ട് ലൈവ് ആവുമ്പോൾ കൃത്യമായിട്ട് അതിൽ അറ്റൻഡ് ചെയ്യണല്ലോ ആ ടൈമിൽ. അങ്ങനെ പലരും പല ജോലികളിലും മറ്റു കാര്യങ്ങളിലൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും ഒരു ടൈം പറ്റാത്തത് കൊണ്ട് നമ്മൾ ലൈവ് ക്ലാസ് കൊടുക്കുന്നുള്ള സക്സസ് ആവാത്തത് കൊണ്ട്. എന്നാ പിന്നെ ലൈവിന്റെ അതുപോലെ തന്നെ കൃത്യമായിട്ട് നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ട്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം ഷെഡ്യൂൾ അനുസരിച്ച് അറ്റൻഡ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ലൈവ് ക്ലാസ് പോലെ തന്നെ നിങ്ങൾക്ക് ഡൗട്ടുകൾ ചോദിച്ച് ക്ലിയർ ചെയ്യാനുള്ള അവസരമുണ്ട്. ഓക്കെ. പുസ്തകങ്ങള് ഗൈഡ് ബുക്ക് ആവശ്യമുള്ള ആളുകൾ പേഴ്സണലി കോൺടാക്ട് ചെയ്യാം. അതുപോലെ ടെക്സ്റ്റ് ബുക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്ന് ഇംഗ്ലീഷിലായിരിക്കും അത് ഉണ്ടാവുക. അപ്പൊ അത് രണ്ടാമത് അത് ഏറ്റവും നല്ല കട്ടിയുള്ള വലിയ ബുക്കായിരിക്കും. ഒരു ചാക്കിലൊക്കെയാണ് അത് വരിക. സാധാരണ പോസ്റ്റ് ഓഫീസ് വഴിയാണ് വരിക. ഒരു ചാക്കിലൊക്കെയാണ് അത് വരിക. അത്രയും നല്ല ബോൾഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഒരു സബ്ജക്റ്റിന് 2 പാർട്ടൊക്കെ ആയിട്ട് വലിയ ബുക്കായിരിക്കും ഉണ്ടാവുക. അപ്പൊ അത് കണ്ടാൽ തന്നെ നമുക്ക് പഠിക്കാം. ഇല്ല, അത് ഇതിൽ തന്നെ ഇൻക്ലൂഡഡ് ആണ്. പക്ഷെ അത് NIOSന്റെ ഹെഡ് ഓഫീസിൽ നിന്ന് അയച്ചു തരുന്നതാണ്. അത് നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞാൽ അയച്ചു തരും. അത് എപ്പോഴാണ് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അവര് ഒരുമിച്ച് അങ്ങനെ അയച്ചു തരുന്നതായതുകൊണ്ട് എപ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ആ ഒരു ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് നമ്മുടെ ഈ ക്ലാസ് റൂമിൽ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ ഓരോ ക്ലാസ് റൂം ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് ആയിട്ട് ഒരു ലിങ്ക് കാണാൻ പറ്റും, ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്യുന്നത്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുക. അപ്പൊ നിങ്ങളിപ്പോ PDF ഉപയോഗിച്ച് പഠിക്കുക, അതുപോലെ തന്നെ ഗൈഡ് ബുക്ക് ഡിപ്പെൻഡ് ചെയ്ത് പഠിക്കുക. പിന്നെ നിങ്ങൾക്ക് അത് വരുന്ന ടൈമിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. ഓക്കെ.